അങ്ങനെ ഒരു പെണ്ണ് കേസ് സിനിമ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ഈ സിനിമയിൽ കുറേ താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. രമേഷ് പിഷാരടി, അജു വർഗീസ്, ഹക്കീം ഷാ, നിഖില വിമൽ, ഇർഷാദ് അലി, അങ്ങനെ കുറേ പേര് മിനിറ്റിന് മിനിറ്റ് ഇങ്ങനെ രംഗപ്രവേശം ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും തന്നെ കോമഡി സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട്, കോമഡി ഉണ്ട്. പക്ഷേ ഈ സിനിമയുടെ ശരിക്കുള്ള ജോണർ എന്ന് പറയുന്നത് ക്രൈം ത്രില്ലറാണ് കേട്ടോ. ക്രൈം ത്രില്ലർ പറഞ്ഞാൽ ഇതിലൊരു ക്രൈമുകൾ നടക്കുന്നുണ്ട്, പക്ഷെ അതേസമയം അതിൻ്റെ ഒരു ത്രില്ലിങ്, പക്ഷെ ഇതൊരു മർഡർ സംബന്ധമായ അങ്ങനെ പോകുന്ന ക്രൈം ത്രില്ലറല്ല, പക്ഷേ ക്രൈം നടക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നല്ല ത്രില്ലിങ് സിനിമയിലുണ്ട്. അപ്പോൾ ഇടവേള വരെ സിനിമ കോമഡിയോടെയും അതേപോലെ നല്ല ത്രില്ലിങ്ങോടെയും എവിടെയും ബോറടിപ്പിക്കാതെയും ലാഗൊന്നും കൂടാതെയും തന്നെയാണ് ഇടവേള വരെ ഇവർ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഇടവേളയ്ക്ക് ശേഷം കുറച്ച് നേരം ഹക്കീം ഷായുടെ കഥാപാത്രത്തിൽ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ലാഗ് എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥ ആ ടൈം വരുമ്പോൾ അങ്ങനെയാണ്, അതുകൊണ്ട് ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇനി എന്ത് എന്നുള്ള ആ ത്രില്ലിങ് സിനിമയിൽ അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആ രീതിയിലാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. അതേപോലെ ഇതിലെ പോലീസ് സ്റ്റേഷൻ, അതിലെ പി കുഞ്ഞികൃഷ്ണനും അതേപോലെ മറ്റ് ഉദ്യോഗസ്ഥർ, ഇവരെല്ലാവരും തന്നെ കോമഡി തന്നെയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ അജു വർഗീസിന് കുറേ കോമഡി ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. പുള്ളി എൻ്റെ ബിന്ദു എന്നും പറഞ്ഞിട്ട് സിനിമയുടെ അവസാനം വരെയും കോമഡിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്, എല്ലാവരും കോമഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് നല്ലൊരു ത്രില്ലിങ് അവസാനം വരെ ഇവർ കാത്തു സൂക്ഷിച്ചിട്ട് സിനിമ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുന്ന സമയത്ത് പ്രേക്ഷകരൊക്കെ അന്തം വിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ രീതിയിലുള്ള ഒരു തിരക്കഥയാണ് ഇതിൻ്റെ സ്റ്റോറി റൈറ്ററായ ഫെബിൻ സിദ്ധാർത്ഥ് റൈറ്റ് ചെയ്ത് പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയെ കൂടാതെ സ്റ്റോറി റൈറ്റിങ്ങിൽ വേറെ ഒരു 4 പേര് കൂടിയുണ്ട്. എന്തായാലും പുള്ളിയാണ് ഇതിൻ്റെ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലാവുന്നു. അപ്പോൾ പുള്ളി നല്ലൊരു തിരക്കഥ തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ്. ഒപ്പം കോമഡി അവരങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. കോമഡിയിലൂടെ പോയിട്ട് ഇതെന്താ ഇത് എന്ന രീതിയിൽ പ്രേക്ഷകരെ അവർ അവസാനമാകുമ്പോഴേക്കും എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിരിക്കാൻ കുഴപ്പമില്ലാത്ത മൂവി തന്നെയാണ്, എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ ഫാമിലി മൂവി തന്നെയാണ്. ഇനി ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ വില്ലനും അതേപോലെ നിഖില വിമലിൻ്റെ ക്യാരക്ടറൊക്കെയാണ്. അപ്പം നിഖിലയ്ക്ക് നല്ലൊരു റോള് തന്നെയാണ് ഈ സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. പൊതുവെ അവർ ഹീറോയിനായിട്ട് വരുന്ന സിനിമകളിലൊക്കെ ഒരു ശാന്തമായിട്ടുള്ള സംസാരവും നോട്ടവും ഭാവവും ഒക്കെ ഉണ്ടല്ലോ. ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരെ ഈ സിനിമയിൽ എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവർക്ക് നല്ലൊരു റോള് തന്നെയാണ് ഈ സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. അവരത് നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ജനനായകന് വേണ്ടിയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് കാത്തിരുന്നു, പക്ഷേ ആ സിനിമ തൽക്കാലം ക്യാൻസലായി. പിന്നെ ഇന്ന് ഇറങ്ങിയ രാജാ സാബ് സിനിമ കണ്ടു. അതിൻ്റെ റിവ്യൂ ഞാൻ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമ പോയി കണ്ടു. എനിക്ക് ഈ സിനിമയ്ക്ക് പോകുമ്പോൾ വലിയ പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷേ പ്രതീക്ഷിക്കാനുള്ളത് ഈ സിനിമയിലുണ്ട്. കണ്ടിരിക്കാൻ കുഴപ്പമില്ല.